നിനക്കിനി ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ പറ, എന്താണ് XYZ മൾട്ടി ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത്? പറടാ. അതിനാണ് ഞാൻ കുറേ നോക്കി, അല്ലെങ്കിൽ ഒരു ഫണ്ടിൽ ഇത്രയും പേഴ്സൻ്റെ അർത്ഥം എന്താ? അല്ല, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. HDFC മൾട്ടി ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിനെ പറ്റി നോക്കാം. ഒന്ന് അഴിച്ചുവിടാതെ. താങ്ക് യു. അപ്പോൾ HDFC മ്യൂച്വൽ ഫണ്ട് ഒരു AMC ആണ്, ഷോർട്ട് ഫോർ അസറ്റ് മാനേജ്മെന്റ് കമ്പനി. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് ഹൗസ് ആണ് AMC. ഇന്ത്യയിൽ മൊത്തത്തിൽ 46 AMCs ഉണ്ട്, ഇൻക്ലൂഡിംഗ് ICICI Prudential, Axis, LIC, etc. അപ്പോൾ മൾട്ടി ക്യാപ് ഫണ്ട് ഒരു ടൈപ്പ് ഓഫ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ആണ്. ഇറ്റ് ഇൻവെസ്റ്റ് അക്രോസ് ലാർജ്, മിഡ് ആൻഡ് സ്മോൾ ക്യാപ് സ്റ്റോക്സ്. സെബിയുടെ റൂൾസ് പ്രകാരം മൾട്ടി ക്യാപ് ഫണ്ട്സ് അവരുടെ അറ്റ്ലീസ്റ്റ് 25% അസറ്റ് ലാർജ്, മിഡ് ആൻഡ് സ്മോൾ ക്യാപ് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഒരു മിഡിൽ മാനോ കമ്മീഷനോ ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് AMC ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് ഡയറക്റ്റ് പ്ലാൻ എന്ന് പറയുന്നത്. Less fees, more potential returns. Finally, you can choose between growth plan and IDCW plan. Growth plan എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ഏർണിങ്സ് റീഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ വെൽത്ത് കോമ്പൗണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കാനുള്ള ചാൻസ്. Whereas in IDCW plan നമുക്ക് പീരിയോഡിക്കലി ഡിവിഡൻസ് കിട്ടിക്കൊണ്ടിരിക്കും, which are part of our returns. But remember, IDCW പ്ലാനിൽ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഫണ്ട് മാനേജർ തീരുമാനിക്കുന്ന പോലെയാണ്. അപ്പോൾ അതാണ് മ്യൂച്വൽ ഫണ്ട്സ്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഫോർ മോർ സച്ച് അപ്ഡേറ്റ്സ് ഫോളോ ഗ്രോ മലയാളം.